ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് ഇരിങ്ങാലക്കുട രൂപത വൈദികനും ഇപ്പോൾ ആളൂർ BLM ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറുമായ ഫാദർ നിക്സൺ ചാക്കോരിയ ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ നിക്സൺ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, എൻ്റെ പേര് നിക്സൺ എന്നാണ്, വീട്ടുപേര് ചാക്കോരിയ. ഇരിങ്ങാലക്കുട രൂപതയിലെ പൊറത്തിശ്ശേരി ഇടവക അംഗമാണ് ഞാൻ. 2000 ജനുവരി 1-ാം തീയതിയാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. ഈ തിരുപ്പട്ടത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച് നടത്തിയത് എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ ഈ ഈശോയെ സ്നേഹിക്കുവാനും വിശുദ്ധ കുർബാനയോട് ഒരു അടുപ്പമുണ്ടാകുവാനും കാരണം ദേവാലയത്തിൽ അമ്മ ഈശോയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ മുട്ടുകുത്തി മറ്റാരെയും ശ്രദ്ധിക്കാതെ പരിശുദ്ധ കുർബാനയെ നോക്കി പ്രാർത്ഥിക്കുന്ന അമ്മയെ കൗതുകത്തോടെ ആശ്ചര്യത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കൊച്ചുനാളിൽ ഞാനിപ്പോഴും ഓർക്കുകയാണ്, അമ്മയുടെ അടുത്ത് തന്നെ അമ്മ എന്നെ ചേർത്ത് നിർത്തും. അമ്മ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം എന്നെ അമ്മ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ച് നിർത്തി ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എനിക്കൊരു കാര്യം, എന്തോ എത്രയോ വലിയൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തോ വലിയൊരു കാര്യമാണ് ഈ ദേവാലയത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ഇത്രയും വലിയ ശ്രദ്ധിക്കുന്നത്, അമ്മ ഭക്തിയോടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും വലിയ ആഴ്ചയിലൊക്കെ വെള്ള സാരിയൊക്കെ എടുത്ത് പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ ഏറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ അത്ഭുതത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയാണ് എന്നെ ഈശോയെ സ്നേഹിക്കാൻ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഈശോയോടും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം എന്നെ വർദ്ധിച്ചതിനാൽ എനിക്ക് കുർബാന ചെല്ലാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ വീട്ടിൽ കസിൻസൊക്കെ വരുമ്പോൾ ഞാൻ കളിക്കുന്നത് പലപ്പോഴും കുർബാന ചൊല്ലിക്കൊണ്ടാണ്. തോർത്തുമുണ്ടൊക്കെ കെട്ടി കഴുത്തിൽ ഇങ്ങനെ കെട്ടി താഴത്തേക്ക് ഇട്ട് നേന്ത്രപ്പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നുറുക്കി വിശുദ്ധ കുർബാന അർപ്പിച്ച് അവർക്ക് കുർബാന കൊടുക്കുന്നതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കളിയായിരുന്നു. ആ ഒരു ഈശോയോടുള്ള സ്നേഹം എന്നെ കുർബാന അർപ്പിക്കുവാനായി ഒരു പുരോഹിതനാക്കാനുള്ള ഒരു ആഗ്രഹം ദൈവം നൽകിയത് അമ്മ എന്നെ വളർത്തി വലുതാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈശോയെ സ്നേഹിക്കാൻ തുടക്കം കുറിച്ചത് എൻ്റെ അമ്മയാണെങ്കിൽ, ഈശോയുടെ ആ ഒരു ദിവ്യകാരുണ്യ അനുഭവം എനിക്ക് നൽകിയതും അമ്മയുടെ ഒരു വാക്കിലൂടെയാണ്. എനിക്ക് പട്ടം കിട്ടി ആദ്യത്തെ കൊച്ചച്ഛനായിട്ടുള്ള ശുശ്രൂഷ ഇരിങ്ങാലക്കുട രൂപതയിലെ അമ്പഴക്കാട് ഫൊറോന പള്ളിയിലാണ്. 300 AD പണിത ഒരു ദേവാലയമാണ്. സെൻറ് തോമസിൻ്റെ നാമധേയത്തിലാണ് ആ പള്ളി. അപ്പോൾ കുർബാന കഴിഞ്ഞ് കുറച്ച് പേര് അച്ഛന്മാരുടെ അടുത്ത് വന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുന്ന കുറച്ച് പേരിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ തലയിൽ കൈ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചേൻ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വലിയൊരു ഭയമാണ് ഉണ്ടായത്. കാരണം ഞാൻ ആ ഇടവകയിൽ ചെന്നിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. ഭവന സന്ദർശനം തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, അവിടെ വീടിനോട് ചേർന്നുള്ള കിണറിൻ്റെ അടുത്ത് ഒരു വലിയൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ആ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ ഈ ചേട്ടൻ കിടക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ചേട്ടൻ എന്തൊരു ഭാഗ്യവാനോ, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാലോ, ബ്രാല് വെള്ളത്തിൽ കിടക്കുന്ന പോലെയാണല്ലോ കിടക്കുന്നത്. ചേച്ചി പറഞ്ഞു, ഭാഗ്യമല്ല അച്ഛാ, ഞങ്ങൾക്ക് 8 വർഷമായി മക്കളില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ ഇത്തിരി നേരം കിടന്ന് ആ ശരീരത്തിലെ ചൂടൊന്ന് കുറയണം നല്ലതാണ്. ആ ചേച്ചിയാണ് എന്നോട് പറയുന്നത്, അച്ഛാ, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്ക്, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. അപ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥനയും സ്പോണ്ടേനിയസ് പ്രയർ ഒന്നും അറിയില്ല. ഞാൻ പേടിച്ചതുകൊണ്ട് കണ്ണടച്ച് ഈ ചേച്ചിയുടെ തലയിൽ കൈ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. എന്തിന്? എനിക്കൊരു വിശ്വാസം ഉണ്ടാകാൻ നല്ലത്. 2ാമത് വിശ്വാസ പ്രമാണം ചൊല്ലി, 3ാമത് വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് എനിക്കൊരു പേടി അത് മാറുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എത്രയും ദയുള്ള മാതാവേ, വീണ്ടും എത്രയും ദയുള്ള മാതാവേ, വീണ്ടും എത്രയും ദയുള്ള മാതാവേ. അപ്പോൾ 3ാമത്തെ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് 3ാമത്തെ എത്രയും ദയുള്ള മാതാവിൻ്റെ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ എത്ര നേരമായി ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ആളുകൾ ചിലപ്പോൾ വല്ലതും തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ട് ഞാൻ വേഗം കൈയെടുത്തു.
എന്നിട്ട് ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, സഹോദരി, ഒരു കൂട് മെഴുകുതിരി മാതാവിൻ്റെ അടുത്ത് പോയി കത്തിക്കുക. ഒരു കൂട് മെഴുകുതിരി നമ്മുടെ ഇടവക മധ്യസ്ഥനായ തോമാസിയുടെ അടുത്ത് പോയി കത്തിക്കുക. ധൈര്യമായിട്ട് പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. അമ്മച്ചി, മക്കളില്ലാത്തൊരു പ്രാർത്ഥിക്കാൻ വന്നാൽ ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാർ എന്ത് പ്രാർത്ഥനയാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്, നടത്തേണ്ടത്? എനിക്കറിയില്ല അമ്മച്ചി. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, മോനൊന്നുകൊണ്ടും പേടിക്കണ്ട. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ ഈശോയെ കരങ്ങളിൽ എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ എങ്ങനെയാണോ കരങ്ങളിലെടുത്തത് അതുപോലെ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ രാത്രി എന്നോട് ഫോണിലൂടെ അമ്മ ഇത് പറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം 5:30 അവിടെ കുർബാനയുണ്ട്, അമ്പഴക്കാട് പള്ളി. ആ കുർബാനയിൽ ആദ്യത്തെ കുർബാന അർപ്പിക്കാൻ എനിക്ക് അന്നൊരു അവസരം കിട്ടി. അപ്പം ഞാൻ ആ കുർബാന അർപ്പിച്ചു തുടങ്ങി. വിഭജന ശുശ്രൂഷ തൊട്ട് മുമ്പ് ആ ഈശോയെ ഇങ്ങനെ കരങ്ങളിനെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ഒരു അനുഭവം, അന്നോളം വരെ ഇല്ലാത്തൊരു അനുഭവം. ഞാനൊരു 3 കിലോ തൂക്കമുള്ള ഒരു ആൺകുട്ടിയെ ഇങ്ങനെ എടുത്തുയർത്തുന്നത് പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യാണ്. പെട്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞ കാര്യം ഓർത്തു. അമ്മമാർ കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്താൽ അമ്മമാർ പറയുന്നത് പോലെ വർത്തമാനം പറയുക. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അമ്മമാർ കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞാൽ അയ്യോ എന്തൊരു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അമ്മമാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഈശോയെ കരങ്ങളിലെടുത്തിട്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞൂടെ ഈശോയെ. ഈ 8 വർഷമായിട്ട് മക്കളില്ലാത്തൊരു സ്ത്രീ പ്രാർത്ഥന സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. ദൈവമേ, നീ എന്തെങ്കിലും ചെയ്യണം. പ്രാർത്ഥന അച്ഛനോട് ചോദിച്ചെങ്കിലും നിന്നെയാണ് കണ്ടിട്ട് ചോദിച്ചേക്കണത്. തീർച്ചയായും നീ കുഞ്ഞുങ്ങളെ കൊടുക്കണം. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ എന്ന് ഞാൻ ഈശോയുടെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയാം. അതുവരെ എനിക്ക് ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ അത് ഈശോയാണെന്ന് എനിക്കറിയാം. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 1174 ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു പൂർണ്ണമായും സത്യമായും സത്താപരമായും പൂർണ്ണമായത് ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. ഈശോയുടെ ശരീര രക്തമൊക്കെ അതറിവാണ്. പക്ഷെ എനിക്കൊരു അനുഭവമായി മാറിയത് അന്ന് രാവിലെ കുർബാനയിൽ എനിക്ക് ശരിക്കും ഒരു ഈശോ എൻ്റെ കരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു അമ്മ കുഞ്ഞിനെ എടുത്തപ്പോൾ ഉണ്ടായ അതേ അനുഭവം എനിക്ക് ഫീൽ ചെയ്യണം. അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. ഈശോയാണെന്നൊക്കെ എനിക്കറിയാം. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. പക്ഷെ ആ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, പരിശുദ്ധ അമ്മ ഈശോയെ കരങ്ങളിൽ എടുക്കുന്നത് പോലെ മോൻ കരങ്ങളിലെടുക്കുക. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഈ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് മാംസം ധരിക്കുകയാണ്. ഞാൻ ആ ഈശോയെ എടുക്കുമ്പോൾ വലിയൊരു അനുഭവം. പ്രിയമുള്ളവരെ, ആ പള്ളിയിൽ നിന്ന് ഞാൻ മാറുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഗർഭിണികളായി കഴിഞ്ഞാൽ അവർ 6-7 മാസമൊക്കെ ആകുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ കൊണ്ടുവരും. അങ്ങനെ അമ്പഴക്കാട് വെച്ച് തന്നെ ആ വീട്ടിൽ നിന്ന് പലഹാരം എനിക്ക് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അവർക്ക് ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്തു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയിലെ വീരഞ്ചിറ ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ അൾത്താരയിൽ നിൽക്കുവാൻ ഒരു വലിയൊരു അനുഗ്രഹം ദൈവം എനിക്ക് നൽകുകയാണ്. ഞാൻ നന്ദി പറയുകയാണ്. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരുപാട്
ദൈവാനുഭവത്തിൻ്റെ കഥകളുണ്ട്. അത് പരിശുദ്ധ കുർബാനയുടെ ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സംശയിച്ചിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹിക്കുമോ? അല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീടിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ മാറുവാൻ കഴിയുമോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരം ഈ ദേവാലയമാണ് പ്രിയമുള്ളവരെ. 2002 ഇവിടെ വികാരിയായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്ന വികാരിയച്ഛൻ സ്ഥലം മാറിപ്പോവുകയാണ്. ആദ്യത്തെ വികാരിയച്ഛനാണ്. അപ്പോൾ ഈ ദേവാലയം വളരെ പഴക്കം ചെന്നൊരു ദേവാലയമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 1978 സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് ഈ ദേവാലയം ഭൂതാശകർമ്മം ചെയ്യുന്നത്. പഴയ ദേവാലയം രൂപത സ്ഥാപിച്ചത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. 50 വീട്ടുകാർക്ക് വേണ്ടി തുടങ്ങിയൊരു പള്ളിയാണിത്. ഞാനിവിടെ 2002 വരുമ്പോൾ അൾത്താരിൽ ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, മുകളിൽ നിന്ന് വരുന്ന വെള്ളം കളക്ട് ചെയ്യാനായിട്ട്. ആസ്ബറ്റോസൊക്കെ പൊട്ടി അതിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. ഭിത്തിയിൽ ഈ വാതിലും തമ്മിൽ ഗ്യാപ്പ്, ചിലപ്പോഴൊക്കെ നായ്ക്കൾ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കും ആ ഗ്യാപ്പിലൂടെ. അങ്ങനെ ശോചനീയമായൊരവസ്ഥ. പാവപ്പെട്ട മനുഷ്യർ, പക്ഷെ നല്ല മനുഷ്യരാണ് ഈ ഇടവക്കാരൊക്കെ. ഈശോയോട് വളരെ സ്നേഹമുള്ളവർ, കൃഷിയുമായി ബന്ധപ്പെട്ടവർ. ഈ സ്ഥലത്തിൻ്റെ 3 സൈഡും റിസർവ്ഡ് ഫോറസ്റ്റാണ്. അപ്പോൾ ഈ പള്ളിയിൽ ഞാൻ വരുമ്പോൾ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി വികാരി അച്ഛൻ, മുൻപുണ്ടായിരുന്ന വികാരി അച്ഛൻ ഒരു കൂപ്പൺ അടിച്ചിറക്കി. 1ാം സമ്മാനം ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, അതിന് സ്പോൺസറിങ് ഇല്ല. 2ാം സമ്മാനം TV, അതിന് സ്പോൺസറിങ് ഇല്ല. 3ാം സമ്മാനം ഫ്രിഡ്ജ്, അതിന് സ്പോൺസറിങ് ഇല്ല. ഇടവക്കാർ പാവപ്പെട്ട മനുഷ്യരാണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ? ഒരു എൻജിനീയർ പോലും ഈ ഇടവകയിലില്ല, സർക്കാർ ഉദ്യോഗസ്ഥനില്ല. 225ഓളം ഇടവക്കാരുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ മദ്യവുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകളുണ്ട്, മദ്യം കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയിൽ ഞാൻ വരുമ്പോൾ ഏപ്രിൽ മാസത്തിന് തൊട്ട് മുമ്പുള്ള ആ ഈസ്റ്ററിന് നറുക്കെടുപ്പാണ്. ഈസ്റ്ററിന് അന്നാണ് നറുക്കെടുപ്പ്. ഈ സമ്മാനങ്ങൾ എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ച് എനിക്ക് വളരെയധികം അസ്വസ്ഥമായി. കാരണം നറുക്കെടുപ്പ് നടന്നു കഴിഞ്ഞാൽ സമ്മാനം ചോദിച്ച ആളുകൾ വരുമ്പോൾ ഇതൊന്നും സ്പോൺസർ ചെയ്തിട്ടില്ല, ഇവർ പല വീടുകളിലും പല ഇടവകളിലും പോയി പിരിച്ച പൈസ കൊണ്ട് ഇതൊക്കെ കൊടുത്താൽ ബാക്കി കിട്ടുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു ജ്വല്ലറിക്കാരൻ്റെ അടുത്ത് പോയി കാശ് ചോദിച്ചാൽ എന്തെങ്കിലും സ്പോൺസർ ചെയ്യുമെന്ന് വിചാരിച്ച് കമ്മിറ്റിക്കാരെയും കൂട്ടി ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നോട് ചോദിച്ചു, ആളെ പരിചയമുണ്ടോ? ആളെ പരിചയമൊന്നുമില്ല, ആളുടെ അപ്പനെ എനിക്ക് അറിയാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളുടെ വീട്ടിലേക്ക് കമ്മിറ്റിക്കാരുമായി പോയി. ആൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഞങ്ങളെയാണ് കാണുന്നത്. ആ ചേട്ടൻ ചോദിച്ചു, എന്തേ അച്ഛാ വന്നത്? ഞാൻ പറഞ്ഞൊരു പാവപ്പെട്ട പള്ളിയാണ്, എന്തെങ്കിലും സ്പോൺസർ ചെയ്താലൊരു ഉപകാരമായിരുന്നു, പള്ളിപ്പണിയാണ്. ആൾ വേഗം കീശയിൽ കൈയിട്ടു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇപ്പോൾ തന്നെ ഒരു 10,000 50,000 ഒരു കെട്ട് ഇപ്പോൾ എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും ആൾ കൈയിട്ടത് കീശയിൽ. പക്ഷേ കീശയിൽ എടുത്തത് താക്കോലും കൂട്ടാണ്. എന്നിട്ട് ആൾ താക്കോല് കൊണ്ട് വാതിൽ തുറന്നു. ആൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടന്ന് ആൾ ഡോറിൻ്റെ പിടിയിൽ ഇങ്ങനെ പിടിച്ചു നിന്നു. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങോട്ട് കടക്കാനും പറ്റില്ല. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അച്ഛൻ്റെ പള്ളിയെ സഹായിക്കണോ വേണ്ടേ എന്ന് എൻ്റെ ദൈവം എന്നോട് പറയും. അച്ഛൻ ഇപ്പോൾ പോയിക്കോ, വാതിലൊരൊറ്റട. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 13 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല, ആൾ എന്നെ ഒഴിവാക്കി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന കമ്മിറ്റിക്കാരൊക്കെ വേഗം അവർ റോട്ടിലേക്ക് പോയി. ഞാൻ ഭയങ്കരമായിട്ടിങ്ങനെ നാണം വന്ന്, സത്യത്തിൽ ഈ കല്യാണ പെണ്ണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിലത്തേക്ക് നോക്കി നടക്കുന്നത് പോലെ ഞാൻ നിലത്തേക്ക് നോക്കി കാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ കമ്മിറ്റിക്കാർ ഇങ്ങനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ സ്വീകരിക്കാൻ. എനിക്കാണെങ്കിലോ അവരാദ്യമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടാതെ ആകെ നാണം കെട്ട ഒരവസ്ഥയായില്ലേ. അപ്പോൾ അതിലൊരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, സാരില്ല അച്ഛാ, നാളെ മേലേക്ക് അച്ഛൻ ഒറ്റയ്ക്ക് പോയാൽ മതി, വാ കയറിയിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. കാരണം ഈ നറുക്കെടുപ്പ് നടക്കുമ്പോൾ അതിന് സമ്മാനം കൊടുക്കണം, സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 സിസ്റ്റേഴ്സ് എന്നെ കാണാൻ വന്നു. എനിക്ക് പരിചയമുള്ളവരാണ്. അതിലൊരാൾ എനിക്ക് പരിചയമുണ്ട്, കുറ്റിക്കാട് ഇടവകയിലെ ഒരു സിസ്റ്ററാണ്. അവരുടെ വീട്ടിൽ 5 പേരും സന്യാസ സഭയിലെ അംഗങ്ങളാണ്. കുട്ടിയും കോൺവെൻറ്റിൽ നിന്ന് വന്ന ആ സിസ്റ്ററിൻ്റെ കൂടെയുള്ള സിസ്റ്റർ ഇറ്റലിക്ക് പോവാണ് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ആ സിസ്റ്റർ ഇറ്റലിക്ക് പോയാൽ
എൻ്റെ ഈ പാവപ്പെട്ട പള്ളിയെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കാൻ എനിക്ക് സുഹൃത്തിനെയൊക്കെ വിളിച്ച് ഓർമ്മപ്പെടുത്തി നല്ല ഭക്ഷണമൊക്കെ ക്രമപ്പെടുത്തി ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഇറ്റലി ചെല്ലുമ്പോൾ സിസ്റ്റർ ഈ പള്ളീനെയും കൂടി ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, അച്ഛാ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ എൻ്റെ അപ്പനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ സിസ്റ്ററിൻ്റെ അപ്പൻ ഒരു വലിയൊരു പൈസക്കാരനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. സിസ്റ്റർ പോയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ്മാനെ നോക്കിയിരിക്കും. ഗൾഫുകാരൻ വീട്ടിലേക്ക് കത്തയക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഗൾഫുകാരൻ്റെ ഭാര്യ പോസ്റ്റ്മാനെ നോക്കുന്നത് പോലെ എല്ലാ ദിവസവും ഞാനിങ്ങനെ നോക്കിയിരിക്കും. ദൈവമേ എനിക്കൊരു ചെക്ക് കിട്ടും, നല്ലൊരു പൈസ പള്ളിപ്പണിക്ക് കിട്ടും, സിസ്റ്ററിൻ്റെ അപ്പൻ നല്ല പൈസക്കാരനാണല്ലോ. പ്രിയമുള്ളവരെ, ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കും ആകെ പ്രയാസമായി. ഞാൻ മറ്റേ സിസ്റ്ററിനെ വിളിച്ചു, സിസ്റ്ററെ മറ്റേ സിസ്റ്റർ ഇറ്റലിക്ക് പോയോ? സിസ്റ്റർ ചോദിച്ചു, എന്തിനാണ് ആ സിസ്റ്റർ അന്വേഷിക്കുന്നത്? അല്ല, സിസ്റ്റർ ഇറ്റലിക്ക് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അപ്പനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു മാസമായി നോക്കിയിരിക്കുന്നു, പള്ളിക്ക് വേണ്ടി ഒരു പൈസ പോലും കിട്ടിയില്ല. അച്ഛന് മനസ്സിലായില്ലേ? ഞാൻ പറയും, എന്ത് മനസ്സിലാവാൻ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിരിക്കുക. അച്ഛ അപ്പനോട് പറയാമെന്ന് പറഞ്ഞാൽ അത് സ്വർഗസ്ഥനായ പിതാവിനോട് പറയാമെന്നാണ് ആ സിസ്റ്റർ ഉദ്ദേശിച്ചത്. ദൈവമേ, ഞാൻ ഈ കാശൊക്കെ മുടക്കി നല്ല ഭക്ഷണമൊക്കെ ചിലവാക്കിയത് സിസ്റ്റർ എന്തെങ്കിലും നല്ല തുക പള്ളിക്ക് കൊടുക്കും, അപ്പം കൊടുക്കുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നില്ല. എനിക്കാണെങ്കിൽ ആകെ പ്രയാസമായി. ദൈവമേ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി. കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ മകളോട് പറഞ്ഞാൽ ഏതെങ്കിലും ബിസിനസ്സുകാർ എന്തെങ്കിലും ഒരു സ്പോൺസർ ചെയ്ത് ബൈക്കോ അല്ലെങ്കിൽ TV യോ ഫ്രിഡ്ജോ സ്പോൺസർ ചെയ്താൽ അത്രയൊരു ഉപകാരമായില്ലേ പാവപ്പെട്ട ഇടവക്കാർക്ക്. അങ്ങനെ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ്റെ ആ മകൾ എവിടെയാണെന്നും എറണാകുളത്താണ് താമസിക്കുന്നത്, അവരുടെ ഒരു സെക്രട്ടറി ഒരു അഡ്വക്കേറ്റാണ്, ആളുടെ അടുത്തേക്കൊക്കെ ഞാൻ പോകാൻ തീരുമാനിച്ചു. പോയി കണ്ടു, സംസാരിച്ചു. പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് പോയില്ല, സെക്രട്ടറിയോട് പോയി സംസാരിച്ചു. അങ്ങനെ എൻ്റെ ഈ സന്തോഷം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പോയി പറയുകയാണ്. അമ്പഴക്കാട് ഇടവകയിലെ കണിച്ചായി കുടുംബത്തിലെ ആൻഡു എന്ന് പറയുന്നൊരു മകൻ. അദ്ദേഹം മദ്യവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു, പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു. അദ്ദേഹം പൂർണ്ണമായിട്ട് ദൈവവചന ശുശ്രൂഷയിലാണ്. ആൻഡു കണിച്ചായി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് ചെല്ലുകയാണ്. എനിക്ക് നല്ലൊരു ജ്യൂസൊക്കെ തന്നു. ഞാൻ സ്വല്പം കുടിച്ചതിന് ശേഷം ഈ ആൻഡു ചേട്ടനോട് പറഞ്ഞു, ആൻഡു ചേട്ടാ, ഞാൻ ഈ രാഷ്ട്രീയക്കാരൻ്റെ ആ മകളുടെ അടുത്ത് പോയി പള്ളിപ്പണിക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഈ ആൻഡു എന്ന് പറയുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ആ ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് എന്നെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നാണമാവില്ല അച്ഛ ഈ രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി പള്ളിപ്പണിക്ക് വേണ്ടി കാശ് ചോദിക്കാൻ? അച്ഛ പോയി തമ്പുരാൻ്റെ മുമ്പിൽ പോയി കുത്തിയിരിക്കുക അച്ഛ. എന്തോ ഒരു കണ്ടക കോടാലി കഴുത്തിന് വെച്ചതുപോലെ വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു, ഫലം കായ്ക്കാത്ത വൃക്ഷമല്ല വെട്ടി തീയിലെറിയപ്പെടുന്നു പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം എഴുന്നേറ്റു. ആൻഡു ചേട്ടൻ ചോദിച്ചാൽ എന്തി? അല്ല ഒന്നുമല്ല, എനിക്ക് എന്തോ വയറിനൊരു അസ്വസ്ഥത, ഞാൻ വേഗം പോട്ടെ, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം ആഗ്രഹം. കാരണം ഈ മനുഷ്യന് ഇനി ഇതിനേക്കാളും വലുതും പറയുമെന്ന് പേടിച്ച് ഞാൻ പോകും. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് അച്ഛൻ പോയി ദൈവത്തിൻ്റെ മുൻപിൽ കുത്തിയിരിക്കി. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിലിരുന്നാൽ എനിക്കൊരു 35 ലക്ഷമാണ് അന്ന് പള്ളിപ്പണിക്ക് വേണ്ടത്, അത് കിട്ടുമോ? ഈ പാവപ്പെട്ട ഇടവക്കാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മദ്യത്തിൻ്റെ 10 പൈസ പോലും പള്ളിയിൽ നേർച്ചയിടരുത്, കള്ളത്തരത്തിൻ്റെ 10 പൈസ ദേവാലയത്തിൽ ഇട്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറച്ച് പേരൊക്കെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു പൈസയും പള്ളിക്ക് വേണ്ട, അതൊക്കെ ദൈവം തരും. പ്രിയമുള്ളവരെ, വെറും 22 മാസം കൊണ്ട് ഈ ദേവാലയം നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഈ ചേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ദേവാലയത്തിൽ വന്ന് ഏറ്റവും പുറകിൽ കുമ്പസാരക്കൂടിൻ്റെ സൈഡിൽ ഞാൻ ചാരിയിരുന്ന് ഞാൻ കാലൊക്കെ നീട്ടി ഈ പ്രായം അവരിയ്ക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ടിങ്ങനെ 1 മണിക്കൂർ സമയമെങ്കിലും 2 മണിക്കൂറെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. എല്ലാ ദിവസവും രാവിലെ 5:30 ആരാധന വയ്ക്കും ദേവാലയത്തിൽ. അപ്പോൾ ആളുകൾക്ക് 6:30 കുർബാനയ്ക്ക് വരുമ്പോൾ ആരാധന പങ്കെടുക്കാം, എനിക്കും ആരാധന പങ്കെടുക്കാം. ഇത് കൂടാതെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആരാധന എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ആ കുമ്പസാരക്കൂടിൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഉറങ്ങിപ്പോയി. ഒരു ദിവസം കൂർക്കം വലിക്കുന്ന സ്വരം കേട്ട് ഞാൻ ഉണർന്നു. നോക്കി കഴിഞ്ഞപ്പോൾ ആരും കാണാനില്ല. ഞാൻ കുമ്പസാരക്കൂടിൻ്റെ സൈഡിൽ ചാരിയിരുന്ന് ഉറങ്ങുകയാണ് പള്ളിയുടെ പുറകിൽ. ഞാൻ മുട്ടുകുത്തി കയ്യും കുത്തി അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ചേട്ടായി ആൾ സ്മോൾ അടിച്ച് വന്ന് എൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കുമ്പസാരക്കൂടിൻ്റെ ഭാഗത്ത് ആൾ കിടന്ന് പ്രാർത്ഥിക്കുന്നു, കൂർക്കം വലിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, മോനെ, അച്ഛന്മാരങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടേ. പ്രിയമുള്ളവരെ,
എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ പകലൊക്കെ കിട്ടുന്ന സമയം മുഴുവൻ മിനിമം 1 മണിക്കൂറെങ്കിലും ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെറും 22 മാസം കൊണ്ട് എനിക്ക് 98 ലക്ഷം രൂപ അന്ന് ഈ ഇടവകയിലേക്ക്, ഈ ഇടവകക്കാരുടെ പൈസ മാത്രമല്ല, 3/4 ഭാഗവും പുറമേ നിന്ന് മനുഷ്യർ ജോലി കിട്ടുന്നു, മക്കളുണ്ടാകുന്നു. എസ്പെഷ്യലി ധാരാളം പേർക്ക് കുട്ടികളില്ലാത്ത ദമ്പതികൾ വന്ന് പ്രാർത്ഥിക്കുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു ദേവാലയം വെറും 22 മാസം കൊണ്ട് ഇന്നത്തെ ഒരു 10-12 കോടി രൂപ ഞാൻ ഒരാളുടെ മുമ്പിലും ഒരാളുടെ വീട്ടിലും ചെന്ന് പൈസ ചോദിക്കാതെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. അതായത് പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടും. അടുത്ത് ചെന്നാൽ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ അടുത്ത് ചെന്നാൽ അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ് ഇവിടെ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടും നല്ലത്. സങ്കീർത്തനം 118:9. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനം 118:8. പ്രിയമുള്ളവരെ, ഈ ഇടവകയിൽ മദ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതെല്ലാം ഉപേക്ഷിച്ച് ഈ ഇടവക ഒരു നവീകരണത്തിലേക്കും ഒരു വലിയ ആത്മീയമായ വലിയ അനുഭവത്തിലേക്കും ഈ ഇടവക്കാർ മാറുകയും ഒരാൾ പോലും മദ്യത്തിലേക്ക് പോകാതെ നല്ല മക്കളായി വളർന്നു വരുവാൻ സാധിക്കുകയും ചെയ്തു. ദേവാലയമല്ല ഏറ്റവും ആദ്യം മാറിയത്, ഈ ഇടവകയിലെ ഓരോ കുടുംബവും ദൈവത്തെ അനുഭവിച്ച് ദൈവത്തെ സ്വന്തമാക്കി അവർ ഓരോ ദേവാലയങ്ങളായി മാറിയതാണ് സത്യത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ മാറിയപ്പോൾ കുടുംബങ്ങൾ ദേവാലയമായപ്പോൾ ഈ ദേവാലയം മനോഹരമാകാൻ ദൈവം അനുഗ്രഹിച്ചു. അത് ഏറെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബെറ്റർ ലൈഫ് മൂവ്മെൻറ്റ് BLM ധ്യാനകേന്ദ്രത്തിൽ ഒരു 10 വർഷത്തോളമായി ഞാൻ അതിൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്തു വരികയാണ്. കരിസ്മാറ്റിക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരിക്കൽ പോലും അടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് വിശുദ്ധ കുർബാനയിലുണ്ടായ ഒരു ദൈവസ്വരമാണ്. ഞാൻ ഇതിനെ പലപ്പോഴും അവഹേളിച്ചൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുതപ്പലക്കിയിരുന്നത്. അങ്ങനെ ഒരാൾ ആയ ഞാൻ ഇവിടെ ഈ 2002 കുർബാന അർപ്പിക്കുമ്പോൾ ഒരു സ്വരം ശ്രവിക്കുകയാണ്. മുട്ടുവേദന മാറുന്നു, മധുരിക്കുന്നൊരു സ്വരം. എൻ്റെ ഒരു കാത് നല്ല പൊള്ളലാണ്, പക്ഷെ വേദനിക്കുന്നില്ല. പക്ഷേ എനിക്കിത് പറയാൻ നാണക്കേട്. കാരണം ഞാൻ ഇതിനെ എതിർത്ത ആളും കളിയാക്കുന്ന ഒരാളും ഇങ്ങനെ കുർബാനയിൽ ഒരു ദൈവസ്വരം കേട്ടു എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രയാസകരമാണ്. എങ്കിലും അതീതമായൊരു ശക്തിയാണെന്ന് അനുഭവപ്പെട്ടതുകൊണ്ടും അതുമാത്രമല്ല ഒരു പ്രത്യേക ദൈവാനുഭവമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തതിനാൽ ഞാൻ കുർബാനയിൽ പറഞ്ഞു, ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് മുട്ടുവേദന മാറുന്നുവെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു അമ്മ, ഈ സ്ഥലമൊക്കെ പാറപ്പുറമാണ്, ആ പാറപ്പുറത്ത് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെന്തിയെന്ന് വെച്ചു. അച്ഛൻ അന്ന് പള്ളിയിൽ പറഞ്ഞില്ലേ മുട്ടുവേദന മാറിയെന്ന്, അത് ഞാനാണ്. 8 വർഷമായി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ ഭർത്താവ് പറഞ്ഞു, നിൻ്റെ മുട്ടുവേദനയാണ് മാറിയത്. അങ്ങനെ ഞാൻ മുട്ടുകുത്തിയപ്പോൾ മനസ്സിലായി 8 വർഷമായിട്ടുള്ള എൻ്റെ മുട്ടുവേദന പരിശുദ്ധ കുർബാനയിൽ വെച്ച് ഈശോ മാറ്റിയിരിക്കുന്നു. ആ അത്ഭുതം, ആ സംഭവം എനിക്ക് പുതിയൊരു വെളിപ്പെടുത്തൽ നൽകി. ഈശോ വിശുദ്ധ ബലിയിൽ സംസാരിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൽ കുർബാനയുടെ സമയത്ത് എൻ്റെ ശിരസിൻ്റെ പകുതി ഭാഗം, ഒരു ഭാഗത്ത് വേദനയില്ല, പക്ഷേ മൂക്ക് തൊട്ട് ഈ ഭാഗത്ത് വേദന, ചെവി വേദന, ചുണ്ട് തൊട്ട് ഇവിടെ വേദന, അങ്ങനെ വേദന അനുഭവിക്കുകയാണ്. എനിക്കൊരു കാര്യം ഉള്ളിൽ ഈശോ പറയുകയാണ്, ഈ കുർബാനയിൽ ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു, ഈ കുർബാനയിൽ ഇപ്രകാരം ഒരു രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കുർബാന കഴിഞ്ഞ് അന്ന് ബുധനാഴ്ചയാണ്, ഒരു 6 മണിയായി.
ഞാൻ സങ്കീർത്തിലേക്ക് എത്തുകയാണ് കുർബാന കഴിഞ്ഞ്. അപ്പോഴേക്കും ഒരാൾ ഓടിക്കതച്ചെത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ കോട്ടയത്ത് നിന്ന് വരികയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 6 മാസമായിട്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു രോഗമാണ് എനിക്ക്. നെറ്റിയുടെ പകുതി ഭാഗം, ശിരസിൻ്റെ പകുതി ഭാഗം വേദനയാണ്. അപ്പോൾ എൻ്റെ രോഗം മാറിയിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കര ഒരു തോന്നൽ. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ പള്ളിയിൽ വന്ന് അച്ഛനെ കാണാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. പക്ഷേ ചാലക്കുടിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിവിടെ എത്തിയപ്പോഴേക്കും കുർബാന തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഈശോ അച്ഛനിലൂടെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ രോഗം സൗഖ്യമായെന്ന്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ കോട്ടയത്തെ സ്ഥലം വിറ്റ് ഈ വീരഞ്ചിറ ഇടവകയിൽ സ്ഥലം വാങ്ങി അദ്ദേഹം താമസിക്കുക വരെ ചെയ്തു. കുർബാനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എറണാകുളം ആശുപത്രിയിൽ ബൈജു എന്ന് പറയുന്ന ഒരു രോഗി ഡെങ്കിപ്പനി വന്ന് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ, പുറത്തുശ്ശേരി ഇടവകയിൽ നിന്ന് കുർബാനയുമായി ഞാൻ എറണാകുളം ആശുപത്രിയിൽ പോയി കുർബാനയ്ക്ക് കൊടുത്ത് തിരിച്ച് ചാലക്കുടി എത്തുമ്പോഴേക്കും എന്നെ ആ വീട്ടുകാർ പറഞ്ഞു, അച്ഛാ, വളരെ മരണാസന്നനായി കിടക്കുന്ന ബൈജുവിന് രോഗസൗഖ്യം കിട്ടി. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഒരു വലിയ വെളിച്ചം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു, നിങ്ങൾ കർട്ടൻ ഇടൂ. രാത്രി ഒരു 9 മണിക്കാണ് ഞാൻ കുർബാനയ്ക്ക് കൊടുത്തത്. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ആ പ്രകാശം അടിക്കുകയാണ്. പിന്നെ വലിയ സുഗന്ധം. ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഈശോ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, ജീവൻ്റെ വെളിച്ചം ഉണ്ടായിരിക്കും. അവനെ ശുശ്രൂഷിച്ച ഡോക്ടർ വരെ എന്നെ വിളിച്ച് ആ ഒരു സൗഖ്യം കിട്ടിയതിൽ സന്തോഷം പങ്കുവയ്ക്കുകയുണ്ടായത് ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ളവർ, ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെയുണ്ട് വിശുദ്ധ കുർബാനയിൽ. ഒരിക്കൽ കനകമല ഇടവയിൽ വെച്ച് 2011 മുതൽ 12 ആഗസ്റ്റ് വരെ ഞാൻ അവിടെ വികാരിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ കൂട്ടുകാരി, അവൾ കാത്തലിക് അല്ല, അവൾ ഡോക്ടറാണ്. അവൾ പഠിക്കാനായിട്ട് MD ചെയ്യാൻ അമേരിക്കയിലേക്ക് പോയി. MD കഴിഞ്ഞു, 1 വർഷം കൂടി കഴിഞ്ഞു. ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ദൈവം കൊടുക്കുന്ന മാസാമാസമുള്ള ആ ഒരു അനുഗ്രഹം അവൾക്ക് ഒന്നുപോലും ഇല്ല അച്ഛാ. അവൾ വലിയൊരു മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്യുകയാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കൂ. അച്ഛൻ്റെ അടുത്ത് ധാരാളം പേര് മക്കളില്ലാത്തൊരു പ്രാർത്ഥിക്കാൻ വരുന്നതല്ലേ. അപ്പം ഞാൻ ഈ വിശുദ്ധ കുർബാന കരങ്ങളിലെടുക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് ആ അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ട്. കുർബാന അർപ്പിക്കുമ്പോൾ ഒരു ഉണ്ണിയേശുവിനെ എടുക്കുന്ന പോലെ. പക്ഷേ ഈ സ്ത്രീക്ക് ഈ രോഗമാണ്, പിന്നെ എങ്ങനെ ഒരു ഗർഭം ധരിക്കും? എങ്കിലും ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈശോയെ നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 വർഷം പോലും ആയില്ല, 2014 ഒരു പെൺകുട്ടി, 2016 അവർക്ക് 2ാമതൊരു പെൺകുട്ടി, 3ാമതൊരു ആൺകുട്ടി. അതായത് അവർക്ക് ഈ രോഗം ഇപ്പോഴുണ്ടെങ്കിൽ പോലും മാസാമാസം ആ ദൈവം അതിന് അനുഗ്രഹം കൊടുത്തില്ലെങ്കിലും 3 മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയമുള്ളവരെ. വിശ്വസിക്കാത്തവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. അടുത്ത് ചെന്നാൽ അനുഗ്രഹിക്കുന്ന, അർപ്പിക്കുന്നവനെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന, കുർബാനയിൽ പങ്കെടുക്കുന്നവനെ ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന ഈ വിശുദ്ധ കുർബാനയിലേക്ക് എന്നെ അടുപ്പിച്ചത് പാവം എൻ്റെ ഒരു അമ്മയാണ്. ആ അമ്മയാണ് എന്നെ കുർബാനയിൽ യഥാർത്ഥത്തിൽ ബലി അർപ്പിക്കാൻ പഠിപ്പിച്ചത്. ഈ ജൂബിലി വർഷമാണിത്, 2025. എൻ്റെ ഈ ജൂബിലി വർഷത്തിൽ ഞാൻ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് ഈ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ ധ്യാനകേന്ദ്രത്തിലാണ്, BLM ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. ഈ ഒരു അവസരത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ എനിക്ക് കിട്ടിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ആ വലിയ പ്രാർത്ഥനയിൽ എളിയവനായ എന്നെ ഓർക്കണമെന്ന് ഏറെ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുമെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.